നമ്മുടെ മാധ്യമങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ചില കേസുകളിൽ പോലീസ് സത്യം കണ്ടെത്തുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ അത് കണ്ടെത്തിയിരിക്കും. പക്ഷേ മാധ്യമങ്ങൾ സത്യമാണെന്ന് പറഞ്ഞ് നമുക്ക് മുമ്പിൽ വിളമ്പുന്ന പലതും പിന്നീട് മനസ്സിലാകും അത് സത്യമല്ല എന്നത്. അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമുക്ക് മുമ്പിൽ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അടുത്തിടെ നടന്ന ചില സംഭവങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില വാർത്തകൾ ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് കരുതുന്നു. 2019 ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ ഒരു ഭീകരാക്രമണം നടക്കുന്നത്. ആ ഭീകരാക്രമണത്തിന്റെ ഫലമായി ലോകാടിസ്ഥാനത്തിൽ തന്നെ തീവ്രവാദത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വർദ്ധിക്കുകയും തീവ്രവാദത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും സ്വാധീനത്തെക്കുറിച്ചും അതിന്റെ സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ നടന്നു. ശ്രീലങ്കയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. അന്ന് പോലീസ് പലരെയും സംശയിച്ചിരുന്നു, കസ്റ്റഡിയിലെടുത്തിരുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരെയും സമീപിച്ചിരുന്നു. അതിൽ നിരപരാധികളുണ്ടാകാം, അപരാധികളുണ്ടാകാം. ഏതൊരു കുറ്റകൃത്യത്തിന്റെ പേരിലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കൽ സ്വാഭാവികമാണ്. ചിലരെ നിരീക്ഷിക്കും, ചിലരെ കസ്റ്റഡിയിലെടുക്കും, ചിലരെ ചോദ്യം ചെയ്യും. അവരെല്ലാം കുറ്റക്കാരാണ് എന്നതുകൊണ്ടല്ലാതെ മറിച്ച് അത് അന്വേഷണത്തിന്റെ ഒരു ഭാഗമാണ്, സത്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴിയാണ്. അതേസമയത്ത് പോലീസ് ഈ സമീപിക്കുന്നവരെല്ലാം, കസ്റ്റഡിയിലിരിക്കുന്നവരെല്ലാം കുറ്റക്കാരാണെന്ന് മുദ്രകുത്താൻ നമ്മുടെ മാധ്യമങ്ങൾക്കാരാണ് അധികാരം നൽകിയത്. മുദ്രകുത്തിയിട്ടില്ലെങ്കിലും അത്തരത്തിൽ കുറ്റക്കാരാണെന്ന് സമൂഹത്തിന് തോന്നിപ്പിക്കും വിധം വാർത്തകൾ നൽകാൻ നമ്മുടെ മാധ്യമങ്ങൾക്കാരാണ് അധികാരം നൽകിയത്. മാധ്യമങ്ങൾ ധർമ്മം മറക്കുന്നുണ്ട്, ധാർമ്മികത മറന്നുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് ഈ കാലത്ത് നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വലതുപക്ഷ അജണ്ടകൾ വെച്ച് പുലർത്തുന്ന ചില മാധ്യമങ്ങൾ അന്ന് ശ്രീലങ്കയിലെ ഭീകരാക്രമണത്തിന് ശേഷം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതിനെ റിപ്പോർട്ട് ചെയ്ത രൂപം അത് കണ്ടാലറിയാം അവരുടെ താല്പര്യം എന്താണെന്ന്. ആ പേര് നോക്കി, മതം നോക്കി അവരാണ് കുറ്റക്കാരാണെന്ന തരത്തിൽ വാർത്തകൾ നൽകുന്നു. വാർത്തകൾ നൽകുന്നിടത്ത് ജാഗ്രത പാലിക്കുന്നില്ല. ഈ വിഷയത്തിൽ എന്നല്ല, എല്ലാ വിഷയത്തിലും ഏത് കുറ്റകൃത്യം എടുത്ത് നോക്കിയാലും മാധ്യമങ്ങൾക്ക് കുറച്ച് കൂടുതൽ താല്പര്യം ചില പ്രതികളുടെ പേരിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ എന്ത് സംഭവിച്ചു ശ്രീലങ്കയുടെ കാര്യത്തിൽ? അടുത്തിടെ വന്ന വാർത്തകൾ കാണിക്കുന്നത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ മാധ്യമങ്ങൾ വരച്ചു കാട്ടിയ പേര് അതൊരു മുസ്ലിം പേരായിരുന്നു. അയാൾ നിരപരാധിയാണെന്നോ അപരാധിയാണെന്നോ അന്ന് ആരും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ അവർ വാർത്ത കൊടുത്തത് സമൂഹത്തിന്, ആ വാർത്ത വായിക്കുന്ന ആളുകൾക്ക് ഇവർ തന്നെയാണ് കുറ്റക്കാരാണെന്ന് തോന്നുന്ന രൂപത്തിലായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? മുൻ രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയെയാണ് ശ്രീലങ്കൻ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തിന്റെ പേരിൽ? 2019 ഈസ്റ്റർ ദിനത്തിലെ ഭീകരാക്രമണത്തിന്റെ പേരിൽ. ആ ഭീകരാക്രമണത്തിൽ മുൻ രഹസ്യാന്വേഷണ മേധാവിക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് അവർക്ക് തെളിവ് ലഭിച്ചു. രജപക്സെക്ക് വേണ്ടി, അദ്ദേഹത്തെ അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി ഈ തീവ്രവാദത്തെ ഉപയോഗപ്പെടുത്തി, ഭീകരാക്രമണത്തെ ഉപയോഗപ്പെടുത്തി എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ പേരിൽ ആ ഭീകരാക്രമണത്തിന് ശേഷം രജപക്സെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും പിന്നീട് ഈ ഉദ്യോഗസ്ഥന് രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയായിട്ട് സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തു. അതായത് അധികാരത്തിലുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ പ്രമുഖരുടെ താല്പര്യങ്ങൾ, രാഷ്ട്രീയ പ്രമുഖരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ സുസ്ഥിരതയെ ഒറ്റുകൊടുക്കുന്ന ചില ഉദ്യോഗസ്ഥർ. അതെല്ലാ നാട്ടിലും ഉണ്ടാകാം. ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണിത്. അയാളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കാരണത്തിന്റെ പേരിൽ. ചാനൽ 4 എന്ന മാധ്യമം കഴിഞ്ഞ 2023 അദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ടെന്നുള്ള റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ അറസ്റ്റും സംഭവിച്ചു. ഇവിടെ ചിന്തിക്കേണ്ടത്, അന്ന് പേര് നോക്കി, മതം നോക്കി ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ ഇന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അന്ന് ഞങ്ങൾ കൊടുത്തത് അത് തെറ്റായിരുന്നു എന്ന് പറയാനെങ്കിലും അവർ മുന്നോട്ട് വരുന്നുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവരെ എന്നല്ല, ഏതൊരു വിഷയത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നിരപരാധിയായി വിടുന്നവരെ കുറിച്ച് കാലങ്ങളോളം ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ജയിലഴിക്കുള്ളിൽ ചെലവഴിച്ചുകൊണ്ട് പിന്നീട് നിരപരാധിയാണെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിടുന്നവർ, പിന്നീട് അവർക്കുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കാൻ പോകുന്നുണ്ടോ? കുറ്റവാളിയാണെന്ന് മുദ്രകുത്തുമ്പോൾ കുടുംബത്തിൽ, സമൂഹത്തിൽ, സമുദായത്തിൽ എല്ലാവരെയും ഒറ്റപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാതെ അവർ ഒറ്റപ്പെട്ടുകൊണ്ട് അവർ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അവരെക്കുറിച്ച് ആരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്? ആരൊക്കെ പഠിച്ചിട്ടുണ്ട്? എത്രമേൽ ദുഷ്കരമായിരിക്കും അത്തരത്തിലുള്ള മനുഷ്യരുടെ ജീവിതം? ഇവർ ഈ രൂപത്തിൽ മുദ്രകുത്തി ഹൈലൈറ്റ് ചെയ്ത് പേര് കൊടുത്തിട്ടുള്ള ആ മനുഷ്യർ നിരപരാധിയാണെന്ന് പിന്നീട് കോടതി കണ്ടെത്തിയാലും, സമൂഹം കണ്ടെത്തിയാലും, പിന്നീട് അവരുടെ ജീവിതം ഏത് രൂപത്തിലായിരിക്കും? അവർക്ക് സാമൂഹിക അംഗീകാരം ഉണ്ടാകില്ല, സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകില്ല. എപ്പോഴും സമൂഹം മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ജീവിതം തന്നെ മടുത്തു പോകുന്ന സാഹചര്യം. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? മാധ്യമങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതില്ല ഇത്തരം വിഷയങ്ങളിൽ. ഇത് വെറും കേവലം ഒരു ശ്രീലങ്കൻ വിഷയത്തിൽ മാത്രമുള്ളതല്ല. നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും മാധ്യമങ്ങൾ കാണിക്കുന്ന അമിത താല്പര്യങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതം കവർന്നെടുക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിനോട് പലരും കണ്ണടക്കുന്നു.
അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് വാർത്തകൾ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് കാലം ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ റിമാൻഡ് പ്രതിയായിട്ട് കാലങ്ങളോളം ജയിലിൽ കഴിയുക, പിന്നീട് അയാളെ പുറത്തുവിടുക. അയാൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം എത്രയായിരിക്കും? അതിനുശേഷം അയാളുടെ ജീവിതം എങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ച് എത്ര മാധ്യമങ്ങൾ പഠിക്കുന്നുണ്ട്? മാധ്യമങ്ങളെന്നല്ല, എത്ര പഠനങ്ങൾ നടക്കുന്നുണ്ട്? എൻ്റെ അറിവിൽ എവിടെയില്ല. ശരിക്കും അവർക്കൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള സാഹചര്യം സമൂഹം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത നമ്മുടെ നിയമവ്യവസ്ഥിതി, നമ്മുടെ കോടതികൾ കാണിക്കേണ്ടതില്ലേ? നിയമനിർമ്മാണ സഭകളിൽ അത്തരത്തിലുള്ള ബില്ലുകൾ വരേണ്ടതില്ലേ? അവർക്ക് ഉപകാരപ്രദമാകുന്ന റിമാൻഡ് പ്രതി എന്നാൽ അയാൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളതല്ല. പക്ഷെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ നമ്മുടെ സമൂഹത്തിനും വീഴ്ചയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഒരു കുറ്റകൃത്യത്തിന്റെ വിധി വരുന്നതിന്, കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെടുന്ന ആളുടെ പേരിലുള്ള വിധി വരുന്നതിന്, കേസ് തീർപ്പാകുന്നതിന് കാലതാമസം എടുക്കുന്നതും ഇതിന് വലിയൊരു കാരണമാണ്. അതിനും ഒരു അന്ത്യം ഉണ്ടാകണം. കേവലം ഒരു ശ്രീലങ്കൻ വിഷയം മാത്രം എടുത്തുകൊണ്ടല്ല പറയുന്നത്. അടുത്ത കാലത്തായി നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് വന്ന പല വാർത്തകളും അങ്ങനെയുള്ളതുണ്ട്. അതിൽ തന്നെ ബഹുഭൂരിഭാഗം ആളുകളും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളും, അതായത് കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെടുന്നവർ ഇന്ന സമുദായത്തിൽ നിന്നുള്ളവർ തന്നെ ആകണമെന്ന് ചിലർക്ക് നിർബന്ധമുള്ളതുപോലെ. അതെത്രമേൽ ഭീകരമാണ്, എത്രമേൽ ദാരുണമാണ്. ആരെ ബോധ്യപ്പെടുത്താനാണ് ഇത്തരത്തിൽ ഫേക്കായിട്ടുള്ള പ്രതികളെ കൊണ്ടുവരുന്നത്? ആരെ രക്ഷപ്പെടുത്താനാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്? അധികാരികളെ